ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ടോപ്പോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ആണ്. ജസ്റ്റ് പോയിൻറ്റ്സ് ടു റിമെമ്പർ എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇപ്പോൾ ടോപ്പോളജി സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, അതായത് ഇപ്പോൾ ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. ഇത് ഒരു മെട്രിക്കാണ്. ഇത് മെട്രിക് ആണ് എന്ന് പറയണമെങ്കിൽ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് എന്താണ്? ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ഓക്കെ, ഇതിപ്പോൾ മോഡുലസ് ആയതുകൊണ്ട് എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ ഡി ഓഫ് എക്സ് വൈയും അതുപോലെ തന്നെ ഡി ഓഫ് വൈ എക്സും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇതിപ്പോൾ മോഡുലസ് ആയതുകൊണ്ട് തിരിച്ചിട്ടാലും നേരെ ഇട്ടാലും സെയിം എഫക്റ്റ് തന്നെയാണ്. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് ഇസഡ് പ്ലസ് ഡി ഓഫ് ഇസഡ് വൈ ആവണം. ഓക്കെ, ഫോർ ഓൾ എക്സ് വൈ ഇസഡ് എലമെൻറ്റ് ഓഫ് എക്സ് ഡി. എക്സ് എന്ന് പറയുന്ന സ്പേസ്, ഡി എന്ന് പറയുന്ന മെട്രിക്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവണം. എപ്പോൾ മാത്രം? എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സും വൈയും എന്താണ് ഈ പറയുന്ന ഈക്വൽ ആകുമ്പോഴാണ് 0 ആവുള്ളൂ. വേറെ കേസിൽ 0 ആകുന്നുണ്ടോ? വേറെ കേസിൽ 0 ആവുന്നില്ല. ഓക്കെ, വേറെ കേസിലിപ്പോൾ 2ഉം എന്താണ്, ഇപ്പോൾ 2ഉം -2 എടുത്തു എന്ന് ഓർത്തോ. അപ്പോൾ 2 മൈനസ് -2 എന്ന് പറയുന്നത് 0 ആവുന്നില്ലല്ലോ. അപ്പോൾ 0 ആവുന്നത് എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോഴാണ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുകയാണ്, അതായത് മെജോറിറ്റി വയലേറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മാത്രമാണ് വയലേറ്റ് ചെയ്യുന്നു എങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്യൂഡോ മെട്രിക്. ഓക്കെ, നമ്മുടെ മെയിൻ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്യൂഡോ മെട്രിക്. വേറെ ഒരെണ്ണം ഇപ്പോൾ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെങ്കിലോ, ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ. ഇപ്പോൾ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് എഴുതാം. അതായത് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൈ എന്ന് വരുമല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ എന്ന കണ്ടീഷനും വരുന്നുണ്ട്, എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന കണ്ടീഷനിലും 0 ആകുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ആ ഒരു പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്നു നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക, 4 കണ്ടീഷൻസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഡി ഓഫ് എക്സ് വൈ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം എക്സ് ഈക്വൽ ടു വൈയിലാണ് 0 ആകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇനി ഇവിടെ ക്യൂബാണ് വരുന്നതെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇതിന് നമ്മൾ യൂക്ലീഡിയൻ മെട്രിക് സ്പേസ് എന്നാണ് പറയുന്നത്. യൂക്ലീഡിയൻ മെട്രിക് സ്പേസ് x2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതെന്ന് പറയുന്ന പേരാണ് യൂക്ലീഡിയൻ മെട്രിക് സ്പേസ്. അതും എന്താണ്? ആ പേരിൽ നിന്ന് തന്നെ അറിയാം മെട്രിക് സ്പേസ് എന്നുള്ള കാര്യം ഓർക്കുക, യൂക്ലീഡിയൻ മെട്രിക് സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ആണെങ്കിലും ഇതാണെങ്കിലും എന്ത് തന്നെയാണ്? മെട്രിക് ആണെന്നുള്ള കാര്യം അറിയാം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈയും മെട്രിക്കാണ്, റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈയും എന്ത് തന്നെയാണ്? മെട്രിക് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ വേറെ ഒരെണ്ണമാണ് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് x1 മൈനസ് y1 പ്ലസ് മോഡുലസ് ഓഫ് x2 മൈനസ് y2. ഓക്കെ, ഇതും മെട്രിക്കാണ്. ഇത് 0 ആകുന്നത് x1ഉം y1ഉം ഈക്വൽ ആകുമ്പോൾ, ഇവിടെയാണെങ്കിൽ x2ഉം y2ഉം ഈക്വൽ ആകുമ്പോഴാണ് 0 ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് x1 മൈനസ് y1 മോഡുലസ് ഓഫ് x2 മൈനസ് y2. ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത് കേട്ടോ, അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ മോഡുലസ് ഓഫ് x1 മൈനസ് y1. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ x1ഉം y1ഉം എന്താണ്? ഈക്വൽ ആകുന്നുണ്ട്, എന്നാലാണ് 0 ആയിപ്പോളും. അപ്പോൾ ഇതും എന്താണ്? മെട്രിക് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി
ഇനി ഇപ്പം നമ്മൾ കണ്ടായിരുന്നു ഇവിടെ ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് ഇസൻ പ്ലസ് ഡി ഓഫ് ഇസൻ വൈ ആണ് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ മൈനസ് ആണ് വരുന്നതെങ്കിൽ ഈ ഇൻഇക്വാളിറ്റി എന്താകും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ ഇവിടെ എന്താകും? മൈനസ് ആകും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. വേറൊരു പ്രോപ്പർട്ടിയാണ് മോഡുലസ് ഓഫ് ഡി ഓഫ് എക്സ് വൈ മൈനസ് ഡി ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് ഡാഷ് പ്ലസ് ഡി ഓഫ് വൈ ഡാഷ് ആണെന്നുള്ള കാര്യം ഓർക്കുക. മോഡുലസ് ഓഫ് ഡി ഓഫ് എക്സ് വൈ മൈനസ് ഡി ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് ഡാഷ് പ്ലസ് ഡി ഓഫ് വൈ ഡാഷ്. ഓക്കെ, ഇവിടെ ഈ പറയുന്ന പോലെ എക്സ് ഡാഷ് എക്സ് വൈ ഡാഷ് എലമെൻറ്റ് ഓഫ് എക്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയൊക്കെ തരും. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി വേറെ ഒന്ന്, നമ്മുടെ ഡി ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡി ഓഫ് എക്സ് വൈ അതിനെ നമ്മൾ ജസ്റ്റ് ഡി സ്റ്റാർ ഓഫ് എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു മെട്രിക്കാണ്. എക്സ് ഡി സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെട്രിക്കാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇതൊരു മെട്രിക്കാണ്. ഇനി ഡി സ്റ്റാർ ഓഫ് എക്സ് വൈ മിനിമം ഓഫ് ഡി ഓഫ് എക്സ് വൈ ആൻഡ് 1 ഇതും എന്താണ്? ഒരു മെട്രിക് സ്പേസ് ആണ്. ഓക്കെ, മിനിമം ഓഫ് ഡി ഓഫ് എക്സ് വൈൻ്റെയും 1ൻ്റെയും മിനിമമായ ഡി സ്റ്റാർ ഓഫ് എക്സ് വൈ എന്താണ്? മെട്രിക്കാണ്. അതുപോലെ തന്നെ ഡി ഓഫ് എക്സ് വൈ ബൈ 1 പ്ലസ് ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസ് ആണ്. പിന്നെ നമ്മൾ യൂക്ലിഡിയൻ മെട്രിക് സ്പേസിനെ പറ്റി പഠിച്ചു, പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെട്രിക് ഓൺ ആർ? ഫസ്റ്റ് വൺ, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. ഇത് നമ്മൾ കണ്ടായിരുന്നു, ഇതെന്താണ്? മെട്രിക്കാണ്. ഇനി ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു വൈ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്. ഇത് നമ്മൾ കണ്ടായിരുന്നു. സ്ക്വയർ ആണെങ്കിൽ ആവത്തില്ലായിരുന്നു, ക്യൂബ് ആണെങ്കിൽ ആവുമായിരുന്നു നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡുലസ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മോഡ് എക്സ് വൈ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു വൈ. ഇതിപ്പോൾ സീറോനോട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു വൈ എന്ന് കിട്ടും. ലോഗ് രണ്ട് സൈഡിലെടുത്താൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? എക്സ് ഈക്വൽ ടു വൈയിലാണ് ഈ സംഗതി സീറോ ആവുക. അപ്പോൾ നമുക്ക് ഇത് ഓക്കെ ആക്കാം. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് മോഡുലസ് ഓഫ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. ഇവിടെ ന്യൂമറേറ്റർ എക്സ് ഈക്വൽ ടു വൈ ആവാണ്ട് തന്നെ സീറോ ആകുന്നുണ്ട്. ഇപ്പോൾ എക്സിന് ഞാൻ എന്തെടുത്തു? 1 എടുത്തു. വൈക്ക് ഞാൻ -1 എടുത്തു. ഓക്കെ, മോഡുലസ് എടുക്കുമ്പോൾ -1 1 ആയി പോകുന്നുണ്ട്. സോ 1 - 1 എന്ന് പറയുന്നത് എന്താ? 0 ആണ്. അപ്പോൾ ആ ഒരു ഇതിൽ എന്താണ്? സെക്കൻഡ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് വയലേറ്റ് ചെയ്യുന്നു നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർക്കാം, മോഡുലസ് വരുമ്പോൾ നെഗറ്റീവ് സൈൻ പോസിറ്റീവ് ആകുന്നുണ്ട്, അപ്പോൾ 0 ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ലെറ്റ് ആർ ബി ഇൻ ദ സെറ്റ് ഓഫ് ഓൾ റിയൽസ് ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെട്രിക് ഓൺ ആർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡ് എക്സ് മോഡ് വൈ. ഇനി ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു, ഇവിടെ ഏതാണ് മെട്രിക് എന്നാണ് ചോദിച്ചേക്കുന്നത്? മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. നാലാമത്തെ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ്
വൈ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡ് എക്സ് കോമ മോഡ് വൈ. ഓക്കെ, അവിടെ മോഡ് എക്സ് ഒറ്റ ടേം, മോഡ് വൈ ഒറ്റ ടേം. അവിടെ നിന്ന് നമുക്ക് എക്സും വൈയും ഈക്വൽ ആകുമ്പോഴാണ് 0 ആവുന്നതെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, എക്സും വൈയും ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ ആണോ? ഇനി ഇവിടെ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറാണ്. അവിടെ എന്താണ്, നമുക്ക് ഈക്വൽ ആവാണ്ടുള്ള കേസിലും വരുന്നുണ്ട്. എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയറാണ് വരുന്നത്. അതായത് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ വൈ എന്നാലും വരുന്നത്. ഓക്കെ, അപ്പോൾ അതും അല്ലാന്ന് മനസ്സിലാവും. ഇനി ഇവിടെ നോക്കിക്കേ, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഡി ഓഫ് എക്സ് വൈ ബൈ 1 പ്ലസ് ഡി ഓഫ് എക്സ് വൈ എന്താണ്, മെട്രിക് ആണ്. അപ്പോൾ ഇത് ആണോ നമുക്ക് പറയാൻ പറ്റണ്ടോ, 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. ഇവിടെ 1 ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, ഇവിടെ 1 ഒരു അധികപ്പെട്ട, അപ്പോൾ ഇതും അല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഇത് മെട്രിക്കാണ്. ഇവിടെ സ്ക്വയർ വരുന്നത് മെട്രിക് അല്ല എന്ന് നമ്മൾ വേറെ കണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ എന്താണ്, എക്സും വൈയും ഈക്വൽ ആകാണ്ട് തന്നെ ഇപ്പോൾ എന്താണ്, മോഡ് എക്സ് ഞാൻ 0 ആയിട്ട് എടുത്തു. ഓക്കെ, വൈ ഞാൻ 1/2 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ്, എനിക്കവിടെ മാക്സിമം എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇതുപോലെ തന്നെ ഏതാണ് മെട്രിക് എന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ ഓപ്ഷൻസ് ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ, നമുക്കറിയാം മെട്രിക്കാണ്. ഓക്കെ, ഇനി വേറൊരു ഓപ്ഷൻ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ്, ഇപ്പോൾ ഇതിന് പകരം ഞാനിപ്പോൾ എക്സ് പ്ലസ് വൈ ആണ് എടുത്തതെങ്കിൽ ആവോ, നമ്മുടെ ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമോ? ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ ആകുമോ? ഇല്ല അല്ലേ? ഓക്കെ, ഇതിൽ അടുത്ത ഓപ്ഷൻ തന്നേക്കുന്നത് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ കോമ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. ഇവിടെ ഈ ഒരു കണ്ടീഷൻ അത് വയലേറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ അതും വരത്തില്ല. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മാക്സിമം ഓഫ് എക്സ് മൈനസ് വൈ കോമ വൈ മൈനസ് എക്സ്. ഓക്കെ, ഇത് എന്താണ്, എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടുന്നുണ്ട്, ഇവിടെ വൈ ഈക്വൽ ടു എക്സിലാണ് 0 ആകുന്നത്. അപ്പോൾ അത് ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ടോപ്പോളജി സ്കോർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി വയലേറ്റ്സ്, ഈ പറയുന്നത് ഏത് പ്രോപ്പർട്ടിയാണ് വയലേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡ് എക്സ് വൺ മൈനസ് വൈ വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു മൈനസ് വൈ ടു സ്ക്വയർ. നമ്മുടെ മെയിൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണ്ടല്ലേ, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എക്സ് വൺ മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്ത എക്സ് വൺ ഈക്വൽ ടു വൈ വൺ, അതുപോലെ ഇവിടെയാണെങ്കിലും എക്സ് ടു ഈക്വൽ ടു വൈ ടു എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വയലേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി, ഇതിപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആ കണ്ടീഷനും ഓക്കെയാണ്. പിന്നത്തെ കണ്ടീഷൻ എന്തായിരുന്നു, ഡി ഓഫ് എക്സ് വൈയും ഡി ഓഫ് വൈ എക്സും ഈക്വൽ ആണ്. ഇപ്പോൾ എക്സ് വൺ മൈനസ് വൈ വണ്ണിന് പകരം ഞാൻ വൈ വൺ മൈനസ് എക്സ് വൺ എഴുതിയാലും എന്താണ്, ഈക്വൽ ആണ്, സ്ക്വയർ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ തേർഡ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യേണ്ട. അപ്പോൾ ഏത് പ്രോപ്പർട്ടി ആയിരിക്കും വയലേറ്റ് ചെയ്യപ്പെടുക, ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി. അതായത് ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് ഇസഡ് പ്ലസ് ഡി ഓഫ് ഇസഡ് വൈ. അപ്പോൾ ചെയ്ത് നോക്കാണ്ട് തന്നെ അറിയാവുന്നത് എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾ വിടുക. അങ്ങനെ വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിലേതാണ് മെട്രിക് അല്ല എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് വൺ മൈനസ് വൈ വൺ പ്ലസ് മോഡുലസ് ഓഫ് എക്സ് ടു മൈനസ് വൈ ടു. ഇത് മെട്രിക് അല്ല എന്ന് പറയാൻ പറ്റുമോ? മെട്രിക് ആണ്. ഇനി ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൺ മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ടു മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ. ഇതും മെട്രിക് അല്ലേ?
അതുമാണ്. ഇനിയിപ്പോൾ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് x1 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ഹോൾ സ്ക്വയറോ. ഇത് മെട്രിക്കാണ്. ഇതിന് പറയുന്ന പേരാണ് എന്ത്? യൂക്ലീഡിയൻ മെട്രിക്. ഓക്കെ, യൂക്ലീഡിയൻ മെട്രിക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഇവിടെ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡ് x1 മൈനസ് y1 ആൻഡ് x2 മൈനസ് y2. അതും എന്ത് തന്നെയാണ്? അതും മെട്രിക് സ്പേസ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. നമുക്ക് നെക്സ്റ്റ് ഇവിടെ ചോദിച്ചേക്കുന്ന ഏത് ഓപ്ഷനാണ് മെട്രിക് അല്ലാത്തതെന്നാണ്. ഫസ്റ്റ് വൺ ഇവിടെ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് x1 മൈനസ് y1 പ്ലസ് മോഡുലസ് ഓഫ് x2 മൈനസ് y2. നമ്മൾ കണ്ടായിരുന്നു ഇതെന്താണ്? മെട്രിക്കാണ്. x1 ഈക്വൽ ടു y1 ആകണ്ട, x2 ഈക്വൽ ടു y2 ആകണ്ട. ആ ഒരു കേസിലാണ് 0 ആകുന്നുള്ളൂ. രണ്ടാമത് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു x1 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ഹോൾ സ്ക്വയർ. അതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ ഓപ്ഷൻ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് നമ്മുടെ ഈ സംഗതി മുകളിൽ എഴുതിയിരിക്കുന്നത്, അതായത് x1 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. ഇതിന് പറയുന്ന പേരെന്താണ്? യൂക്ലീഡിയൻ മെട്രിക് എന്ന് പറഞ്ഞു. അതെന്താണ്? മെട്രിക് സ്പേസ് ആണ്. വേറൊരു ഓപ്ഷൻ ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് x1 മൈനസ് y1 കോമ x2 മൈനസ് y2. മോഡുലസ് ഓഫ് x1 മൈനസ് y1 കോമ മോഡുലസ് ഓഫ് x2 മൈനസ് y2. ഇതെന്താണ്? ഇത് ഒരു മെട്രിക് ആണ്. കാരണം x1 ഈക്വൽ ടു y1 ആകുമ്പോഴാണ് 0 ആവുള്ളൂ. അതുപോലെ തന്നെ x2 ഈക്വൽ ടു y2 ആകുമ്പോഴാണ് 0 ആവുള്ളൂ. പക്ഷേ ഇത് ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ മെട്രിക് സ്പേസ് ആയേനെ. പക്ഷേ ഇതൊരു മെട്രിക് സ്പേസ് ആകുമോ? ഇല്ല. ഇത് ഏത് പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി ഇതെന്താണ്? വയലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത്, അതായത് എക്സ് ഡി എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസ്. ഓക്കെ, എക്സ് ഡി എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസ് ആണ്. അപ്പോൾ പുറത്തൊരു പോയിൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എക്സ്, ഒരു പോയിൻ്റ് പി, എക്സിൻ്റെ ഉള്ളിലൊരു സബ്സെറ്റ് എ. ഓക്കെ, അതിലൊരു പോയിൻ്റ് എ ആണ്. അപ്പോൾ ഈ പോയിൻറ്റും ഈ എയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ഈ പോയിൻറ്റും ഈ എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ്, അതായത് ഡിസ്റ്റൻസ് ഈ പോയിൻറ്റും എയും എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് ഡി ഓഫ് പി എ സച്ച് ദാറ്റ് എ എലമെൻറ്റ് ഓഫ് എ. ഓക്കെ, ഇൻഫിമം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ ഈ പോയിൻ്റ് എവിടെയായിരിക്കും? നമ്മുടെ എയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും ആ പോയിൻ്റ്. ഓക്കെ, ഇനിയിപ്പോൾ എയുടെ ഉള്ളിലല്ലാത്ത കേസിലാണ് എന്ത് വരിക? ഇൻഫിമം ഓഫ് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻ്റ് ആൻഡ് എ സച്ച് ദാറ്റ് ആ എ എന്ന് പറയുന്ന ക്യാപിറ്റൽ എയിലെ എലമെൻ്റ് ആണ്. ഇനിയിപ്പോൾ ഈ എ എന്ന് പറയുന്ന ഈ സബ്സെറ്റ് ഇപ്പോൾ എം ടി സെറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ 3 പോയിൻറ്റ്സാണ് പഠിച്ച്. എക്സ് ടി എന്ന് പറയുന്ന മെട്രിക് സ്പേസ്, അതിൽ എ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ്, ആ സബ്സെറ്റിന് പുറത്തൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റും ആ എയിലുള്ള ഒരു പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിമം ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ആ ഡിസ്റ്റൻസ് 0 ആവുന്നത് എപ്പോഴാണ്? പി എന്ന് പറയുന്ന പോയിൻ്റ് ഉള്ളിലാകുമ്പോൾ. ഇനിയിപ്പോൾ അത് എ എന്ന് പറയുന്നത് ഒരു എം ടി സെറ്റ് ആണെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ എക്സ് ഡി എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസ്, അതിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. എ ബി. ഓക്കെ, എയിൽ ഒരു പോയിൻ്റാണ് എക്സ്, ബിയിൽ ഒരു പോയിൻ്റാണ് വൈ. അപ്പോൾ ഈ 2 പോയിൻറ്റ്സിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസും ഇതുപോലെ തന്നെ പറയാം. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിമം ഓഫ് ഇവിടെ ഇൻഫിമം ഓഫ് എന്താണ്? ഡി ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ, വൈ എലമെൻറ്റ് ഓഫ് ബി. ഓക്കെ ആണോ? ഓക്കെ, ഇനിയിപ്പോൾ
ഈ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഈ എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഓക്കെ, ഡിസ്ജോയിൻ്റ് ആണ്, അതായത് അവർ തമ്മിൽ എന്താണ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ കോമ്പാക്റ്റ് ആണെന്നും മനസ്സിലാക്കുക. ഇവിടെ ഗ്രേറ്റർ ദാൻ സി ഷേപ്പ് അല്ലേ, അപ്പോൾ കോമ്പാക്റ്റും ആണ് ഡിസ്ജോയിൻറ്റും ആണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്തായിരിക്കും എന്ന് പറയാം, ഡിസ്ജോയിൻ്റ് ആണെന്നും അതുപോലെ തന്നെ ക്ലോസ്ഡ് ആണെന്നും പറയാം. ഡിസ്ജോയിൻ്റ് ആണെന്നും ക്ലോസ്ഡ് ആണെന്നും പറയാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതായിട്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഡി ഓഫ് എ ബി ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ കോമ്പാക്റ്റും ഡിസ്ജോയിൻറ്റും ഈക്വൽ ടു സീറോ ആണെങ്കിൽ അവിടെ എന്താണ്, ക്ലോസ്ഡ് ആൻഡ് ഡിസ്ജോയിൻ്റ് ആണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതാണ്. അതായത് ലെറ്റ് എക്സ് ഡി ബി എ മെട്രിക് സ്പേസ് ഫോർ എ ബി കണ്ടെയ്ൻഡ് ഇൻ എക്സ്. എക്സ് ഡി എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസ് ഉണ്ട്, എയും ബിയും കണ്ടെയ്ൻഡ് ഇൻ എക്സ് ആണ്. ഓക്കെ, ഡിഫൈൻ ഡി ഓഫ് എ ബി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡി ഓഫ് എ ബി എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് d of xy such that x element of a, y element of b. Choose correct option. First one, if a and b are disjoint ആണെങ്കിൽ then d of ab greater than 0 ആവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എയും ബിയും ഡിസ്ജോയിൻറ്റും കോമ്പാക്റ്റും ആണെങ്കിലാണ് d of ab എന്താവുള്ളൂ, ഗ്രേറ്റർ ദാൻ 0 ആവുള്ളൂ. ഓക്കെ, ഇനി if a and b are closed and disjoint then d of ab greater than 0 ആണോ, closed and disjoint ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, d of ab equal to 0 ആയിരിക്കും. തേർഡ് ഓപ്ഷൻ, if a and b are compact and closed then അങ്ങനെയാണെങ്കിലാണ് d of ab എന്താവുള്ളൂ, ഗ്രേറ്റർ ദാൻ 0 ആവുള്ളൂ. അല്ലാണ്ട് d of ab ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് എയും ബിയും ഡിസ്ജോയിൻ്റ് ആകുമ്പോഴല്ല, രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമാണ് ഡി ഓഫ് എ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവുള്ളൂ. അപ്പോൾ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ റിലേഷൻ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എക്സ് ഡി എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസ്, അതിൽ ഒരു സബ്സെറ്റ് എ. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ അത് നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് ഡി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെൽറ്റ ഓഫ് എ എന്നും ഡിനോട്ട് ചെയ്യാം. ഡി ഓഫ് എ അല്ലെങ്കിൽ ഡെൽറ്റ ഓഫ് എ. അപ്പോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ഇൻഫിമം ആണ് എടുക്കുക, ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ സുപ്രീമം എടുക്കുക. അപ്പോൾ സുപ്രീമം ഡി ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ വൈ എലമെൻറ്റ് ഓഫ് ബി സുപ്രീമം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഡയമീറ്റർ ഓഫ് സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, ഡയമീറ്റർ ഓഫ് സിംഗിൾട്ടൺ സെറ്റിൻ്റെ ഡയമീറ്റർ എന്താണ്, ഡയമീറ്റർ ഓഫ് സിംഗിൾട്ടൺ സെറ്റ്, ഒരു സിംഗിൾട്ടൺ സെറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഓക്കെ, സിംഗിൾട്ടൺ സെറ്റിൻ്റെ ഡയമീറ്റർ എന്താണ്, 0 ആണ്. ഇനി ഒരു നൾ സെറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് -∞ ആണ്. ഒരു നൾ സെറ്റിൻ്റെ ഡയമീറ്റർ -∞ ആണ്. ഓക്കെ, ഒരു നൾ സെറ്റിൻ്റെ ഡയമീറ്റർ -∞ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഒരു സബ്സെറ്റ് എംപ്റ്റി ആണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഒരു നൾ സെറ്റിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും, ഡയമീറ്റർ -∞ ആയിരിക്കും. ഓക്കെ, സിംഗിൾട്ടൺ സെറ്റിൻ്റെ ഡയമീറ്റർ എന്താണ്, 0 ആയിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇത് എക്സ് എന്ന് പറയുന്ന സ്പേസ്, ഇത് ഓക്കെ, ഇതൊരു എന്താണ്, അതായത് നമ്മളിവിടെ നോക്കുന്നത് ഓപ്പൺ ബോൾ, ക്ലോസ്ഡ് ബോൾ, സ്പിയർ, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ബോൾ എന്ന് പറയണമെങ്കിൽ ഇതിപ്പോൾ ഒരു ബോൾ വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് R. ഓക്കെ, കണ്ടെയ്ൻഡ് ഇൻ എക്സ്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ബോളാണെന്ന് പറയണമെങ്കിൽ ഈ നമ്മുടെ എക്സിൽ ഒരു പോയിൻ്റ്, ഓക്കെ, എക്സിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എക്സും ഈ പറയുന്ന എന്താണ് ബോളിലെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നാവണം, ക്ലോസ്ഡ് ആവണമെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവണം. ഓക്കെ, ഇനി ഓപ്പൺ ആവണമെങ്കിലോ ലെസ് ദാൻ ആവണം, സ്പിയർ ആവണമെങ്കിൽ ഈക്വൽ ടു ആവണം. ഓക്കെ, അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ്, ഏതൊരു പോയിൻ്റ് എക്സിലെടുത്താലും ഡിസ്റ്റൻസ് ഓഫ് ആ പോയിൻറ്റും എയും എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ആണെങ്കിൽ ക്ലോസ്ഡ് ബോൾ ആയിരിക്കും. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ക്ലോസ്ഡ് ബോൾ ആയിരിക്കും.
ഇനി ഇത് ലെസ് ദാൻ ആറാണെങ്കിൽ എന്താണ്? ലെസ് ദാൻ ആറാണെങ്കിൽ എന്തായിരിക്കും? അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഡി ഓഫ് എക്സ് എ ലെസ് ദാൻ ആറാണെങ്കിൽ ഓപ്പൺ ബോൾ ആയിരിക്കും. ഈക്വൽ ടു ആറാണെങ്കിൽ എന്തായിരിക്കും? അത് സ്പിയർ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ഇൻ ദ മെട്രിക് സ്പേസ് ആർ ഡി the open ball ബി ഓഫ് 0 2 എന്ന് പറയുന്ന എന്താണെന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ബി ഓഫ് എ ആർ. അപ്പോൾ ഇവിടെ എ സെൻറ്റർ എന്താണ്? 0യും ആർ എന്താണ്? റേഡിയസും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എവിടത്തെയാണ്? ആർ സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരുമായിട്ട്? ഈ എക്സും സെൻറ്ററുമായിട്ട്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് 0 എന്ന് പറയുന്ന ഓപ്പൺ ബോൾ ആയതുകൊണ്ട് ലെസ് ദാൻ ആർ എന്ന് പറയുന്ന 2. അതായത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ഓഫ് എക്സും 0വും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ആണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 0 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 2. ഓക്കെ, അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് മോഡ് എക്സ് ലെസ് ദാൻ 2. ഇതിൻ്റെ അർത്ഥം എന്താണ്? -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുന്നത് എന്താണ്? -2 2. ഓക്കെ ആണോ? ഇതാണ് എന്ത്? ഓപ്പൺ ബോൾ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇങ്ങനെ സിമ്പിൾ കാണുമ്പോൾ അത് ആദ്യത്തെ എയും രണ്ടാമത്തെ ആറുമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്പൺ ബോൾ ആണ് ബി ഓഫ് 0 2. അപ്പോൾ ആ സിമ്പിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഓപ്പൺ ബോൾ ആണ്. ഇവിടെ സെൻറ്റർ 0യും റേഡിയസ് 2. അപ്പോൾ എന്താണ്? അതായത് എക്സിലെ ഏതൊരു പോയിൻറ്റ്സ് എടുത്താലും എന്താണ്? ആ സെൻറ്ററും അതുപോലെ തന്നെ എക്സിലെ ഏതൊരു പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലെസ് ദാൻ ആറാണെങ്കിൽ എന്താണ്? അത് ഓപ്പൺ ബോൾ ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആറാണെങ്കിൽ ക്ലോസ്ഡ് ബോൾ ആയിരിക്കും. ഈക്വൽ ടു ആറാണെങ്കിൽ അത് സ്പിയർ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ്, ഇൻ ദ മെട്രിക് സ്പേസ് ആർ സ്ക്വയർ ഡി where D is the Euclidean metric, okay, then the open ball with center 0 0 and the radius 1. ഓക്കെ, ഓപ്പൺ ബോളാണ്. സെൻറ്റർ 0 0, ഓക്കെ, റേഡിയസ് 1. ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ആർ സ്ക്വയർ അല്ലേ? അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ എലമെൻറ്റ് ഓഫ് ആർ സ്ക്വയർ സച്ച് ദാറ്റ് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡി ഓഫ് ഈ പോയിൻറ്റും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൈയും ഈ പോയിൻറ്റും സെൻറ്ററും, അതായത് 0യും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ബോൾ ആയിട്ട് ലെസ് ദാൻ 1. ഓക്കെ, ഇവിടെ എന്താണ്? റേഡിയസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെസ് ദാൻ 6. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതങ്ങനെ തന്നെ സച്ച് ദാറ്റ് ഇവിടെ എന്താണ്? മോഡുലസ് ഓഫ് എന്താ എഴുതണം? ഇവിടെ യൂക്ലിഡിയൻ മെട്രിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോഡുലസ് ഓഫ് x1 മൈനസ് y1 അതിൻ്റെ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2ൻ്റെ സ്ക്വയർ. എന്നിട്ട് അതിൻ്റെ എന്തെടുക്കണം? യൂക്ലിഡിയൻ മെട്രിക് ആകുമ്പോൾ സ്ക്വയർ റൂട്ട്. അപ്പോൾ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് x1 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ y1 മൈനസ് y2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? y സ്ക്വയർ. ഇതെന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1. ഓക്കെ, അപ്പോൾ യൂക്ലിഡിയൻ മെട്രിക് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലായിരുന്നോ? റൂട്ട് ഓഫ് x1 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ഹോൾ സ്ക്വയർ നമ്മൾ യൂക്ലിഡിയൻ മെട്രിക് പഠിച്ചതാണ്. ഇവിടെ മോഡുലസ് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി ലെസ് ദാൻ 1. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ എലമെൻറ്റ് ഓഫ് ആർ സ്ക്വയർ സച്ച് ദാറ്റ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈ സ്ക്വയർ റൂട്ട് കളയാലോ. എന്ത് ചെയ്താൽ മതി? ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഫോർ ഓൾ എക്സ് വൈ എലമെൻറ്റ് ഓഫ് ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ആൻസർ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 1. ദാറ്റ് മീൻസ് എന്താണ്? ഇൻറ്റീരിയർ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 0 0 ആൻഡ് റേഡിയസ് 1 എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ
നമ്മൾ എന്തൊക്കെയാണ് നോക്കി നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് ഒരു പോയിൻറ്റും നമ്മുടെ സബ്സ്പേസ് അതിൽ ഒരു പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഇൻഫിമം ആയിരിക്കും. ഇനിയിപ്പോൾ ഡയമീറ്റർ ആണെങ്കിൽ സുപ്രീം ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ പോയിൻറ്റും നമ്മുടെ സ്പേസിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റും ഒരേ സ്ഥലത്താണെങ്കിൽ 0 ആയിരിക്കും. ഇനിയിപ്പോൾ അത് നമ്മുടെ സബ്സ്പേസ് എന്താണ് എം ടി ആണെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനിയിപ്പോൾ ഡയമീറ്ററിൻ്റെ കേസിലാണെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് ആണെങ്കിൽ ഡയമീറ്റർ 1ഉം അവിടെ എം ടി ആണെങ്കിൽ ഡയമീറ്റർ എന്താണ് 5 ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ 2 സബ്സ്പേസുകൾ ഉണ്ടെങ്കിലുള്ള, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എയും ബിയും ഡിസ്ജോയിൻ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്. ഇനി എന്താണ് ഈക്വൽ ടു 0 ആണെങ്കിൽ അവർ ഡിസ്ജോയിൻ്റ് ആണ്, ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ഓപ്പൺ ബോൾ ക്ലോസ്ഡ് ബോൾ പറഞ്ഞു. ഓപ്പൺ ബോൾ ക്ലോസ്ഡ് ബോൾ, അപ്പോൾ ആദ്യം എഴുതുന്നതാണ് സെൻറ്റർ, രണ്ടാമത് എഴുതുന്നതാണ് റേഡിയസ്. ഓപ്പൺ ബോൾ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നൊരു സ്പേസ് ഉണ്ട്, അതിലൊരു എന്താണ് ബോൾ കൺസിഡർ ചെയ്യുകയാണ്. അതായത് എ സെൻറ്ററും 6 റേഡിയസ് ആയിട്ടുള്ള ഒരു ബോൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ എക്സിൽ ഒരു പോയിൻ്റായ എക്സ് എടുത്താൽ ആ സെൻറ്ററും ആ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ 6 ആണെങ്കിൽ ഓപ്പൺ ബോൾ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണെങ്കിൽ ക്ലോസ്ഡ് ബോൾ, ഈക്വൽ ടു ആണെങ്കിൽ സ്പിയർ. അത് വെച്ചുകൊണ്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും? ഓപ്പൺ ബോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ആ ഡെഫിനേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി യൂക്ലിഡിയൻ മെട്രിക് ആണെങ്കിൽ എന്താണ് ഡി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന, അതായത് ഡി ഓഫ് x1 y1 x2 y2 എന്ന് പറയുന്ന റൂട്ട് ഓഫ് x1 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ഹോൾ സ്ക്വയർ ആണെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലെറ്റ് എ എലമെൻറ്റ് ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? സെൻറ്ററാണ്, ബി ദ സെൻറ്റർ, ആൻഡ് ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, ബി ദ റേഡിയസ് ഓഫ് ദി ഓപ്പൺ ബോൾ. ഓക്കെ, ഓപ്പൺ ബോളിൽ ആണ് ഈ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ബി ഓഫ് എ ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു സിംഗിൾട്ടൺ എ എന്ന് പറയാം. എപ്പോൾ? ഈ ആർ എന്ന് പറയുന്നത് 0ക്കും ആർ എന്ന് പറയുന്നത് 0ക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെങ്കിൽ 1നേക്കാൾ താഴെ ആണെങ്കിൽ എന്ത് പറയാം? ഈ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് ആർ എന്ന് പറയുന്ന സിംഗിൾട്ടൺ സെറ്റ് എ. ഇനി ആറിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിലോ അവിടെ ക്യാപിറ്റൽ എക്സ് ആയിരിക്കും ആൻസർ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ്? ഒരു എലമെൻറ്റ് സിംഗിൾട്ടൺ സെറ്റ് എ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് വെച്ചുകൊണ്ട് ഒരു പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എക്സ് ഡി ബി എ ഡിസ്ക്രീറ്റ് മെട്രിക് സ്പേസ് ആൻഡ് എ എലമെൻറ്റ് ഓഫ് എക്സ്. എ എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് എക്സ് ആണ്. ഫൈൻഡ് ഓപ്പൺ ബോൾ ബി ഓഫ് എ 1/2. ഓക്കെ, അതുപോലെ തന്നെ ബി ഓഫ് എ 1, പിന്നെ ബി ഓഫ് എ 7/4. അപ്പോൾ നോക്കിക്കേ, റേഡിയസ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ, 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? സിംഗിൾട്ടൺ എ ആയിരിക്കും. എ മാത്രമായിരിക്കും ആ സെല്ലിൽ ഉണ്ടാവുക. ഇനിയിപ്പോൾ 1നോട് ഈക്വൽ ആണെങ്കിലോ അവിടെയും ആര് തന്നെ ഉണ്ടാവുക? സിംഗിൾട്ടൺ എ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി 7/4 എന്ന് പറയുമ്പോൾ 1 പോയിൻറ്റ് സംതിങ് അല്ലേ വരിക? അപ്പം ഗ്രേറ്റർ ദാൻ 1 ആയ സ്ഥിതിക്ക് ഇവിടെ ആരുണ്ടാവും? ക്യാപിറ്റൽ എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഡെഫിനേഷൻ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു സ്പേസ് അത് ടോപ്പോളജി ആണെന്ന് പറയണമെങ്കിൽ, ടോപ്പോളജിക്കൽ സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ്? കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്കറിയാം, അതായത് ഫൈയും എക്സും എലമെൻറ്റ് ഓഫ് ടോ ആയിരിക്കണം. പിന്നെ യു ഇൻ്റർസെക്ഷൻ വി എലമെൻറ്റ് ഓഫ് ടോ ആയിരിക്കണം. യുവും വിയും ടോയിലെ എലമെൻ്റ് ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ ടോയിലെ എലമെൻ്റ് ആയിരിക്കണം. അതിൻ്റെ യൂണിയനും എവിടുത്തെ എലമെൻ്റ് ആയിരിക്കണം? ടോയിലെ എലമെൻ്റ് ആയിരിക്കണം. ഓക്കെ, ടോപ്പോളജിക്കൽ സ്പേസ് ഫൈയും എക്സും ടോയിലെ എലമെൻ്റ് ആവണം. ടോയിൽ നിന്ന് 2 എലമെൻറ്റ്സ് എടുത്താൽ അവരുടെ യൂണിയനും, ടോയിൽ നിന്ന് 2 എലമെൻറ്റ്സ് എടുത്താൽ അവരുടെ ഇൻ്റർസെക്ഷനും എവിടെ കാണണം? ടോയിൽ തന്നെ കാണണം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ, എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സി. ഓക്കെ, ടോ ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്ന സെറ്റ് ഓഫ് ഓൾ 5x സിംഗിൾട്ടൺ എ, സിംഗിൾട്ടൺ ബി, സിംഗിൾട്ടൺ എ ബി.
ഇതൊരു ടോപ്പോളജിക്കൽ സ്പേസ് ആണെങ്കിൽ ഫൈയും എക്സും ടോയിൽ ഉണ്ടാവണം. ആ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഏത് രണ്ടിൻ്റെ യൂണിയൻ എടുത്താലും അവിടെ തന്നെ കാണണം. ഇപ്പോൾ എയിൻ്റെയും ബീൻ്റെയും യൂണിയൻ എടുത്താൽ അതിവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഫൈൻ്റെയും എയിൻ്റെയും യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? എ തന്നെ, അതിവിടെ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എക്സിൻ്റെയും എയുടെയും ഇൻ്റർസെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർസെക്ഷനായ എയും ഉണ്ട്, യൂണിയനായ എക്സും ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു ടോപ്പോളജിക്കൽ സ്പേസ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഇനി ഈ ടോയിലുള്ള എലമെൻസിനെ പറയുന്ന പേരാണ് എന്ത്? ഓപ്പൺ സെറ്റ്സ്. ഇനി ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എന്ത്? ഓപ്പൺ സെറ്റ്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ക്ലോസ്ഡ് സെറ്റ് എന്ന് ഓർക്കാം. ഓക്കെ, ഓപ്പൺ സെറ്റ്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ക്ലോസ്ഡ് സെറ്റ്. എക്സ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഫൈ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഇനി ഇവിടെ നെക്സ്റ്റ് ഇപ്പോൾ ടോ ഈസ് ഈക്വൽ ടു 5x ആണെങ്കിലോ ഇതൊരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ഫൈയും എക്സും ടോയിലെ എലമെൻ്റ് ആണ്. അവരുടെ യൂണിയൻ ഇതിൽ തന്നെയുണ്ട്, എക്സ് ഇതിൽ തന്നെയുണ്ട്, ഇൻഡെക്സേഷൻ എന്താണ്? ഫൈയും ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? അതായത് ഇതൊരു ടോപ്പോളജിക്കൽ സ്പേസ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതിൽ ഉള്ള വേറൊരെണ്ണം ഫൈ എക്സ് സിംഗിൾട്ടൺ എ സിംഗിൾട്ടൺ ബി. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഇവൻ്റെയും യൂണിയൻ ഉണ്ടോ? ഇല്ല. ഇൻ്റർസെക്ഷൻ ഉണ്ട് ഫൈ, പക്ഷേ യൂണിയൻ ഇല്ല. അതുകൊണ്ട് സെക്കൻഡ് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു ടോപ്പോളജിക്കൽ സ്പേസ് അല്ല എന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരെണ്ണമാണ് നെയ്ബർഹുഡ്. ഓക്കെ, നെയ്ബർഹുഡ് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയിരിക്കണം നെയ്ബർഹുഡ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എ ബി സി. ഓക്കെ, ഇനി ടോ എന്ന് പറയുന്നത് 5x സെറ്റ് ഓഫ് ഓൾ എ സെറ്റ് ഓഫ് ഓൾ ബി സെറ്റ് ഓഫ് ഓൾ എ ബി. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. അപ്പോൾ നെയ്ബർഹുഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എക്സ് തന്നിട്ടുണ്ട്, ടോയും തന്നിട്ടുണ്ട്. ഇനി നെയ്ബർഹുഡ്, അതായത് ഇപ്പോൾ ഓരോ എലമെൻസിൻ്റെയും നെയ്ബർഹുഡ്, ഇപ്പോൾ എയുടെ നെയ്ബർഹുഡ് ആരാന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ എ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് ആയിരിക്കാം ഇതും. ഇനി ഇവന്മാരെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സെറ്റ്സ് ഏതൊക്കെയാണ്? അതായത് ഇവന്മാർ എന്ത് ചെയ്യുന്ന കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സെറ്റ്സ്, അതായത് ഏതാണ്? ഇവിടെ ഇത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് നമുക്ക് ആദ്യം എഴുതാം, എയും പിന്നെ എ ബിയും. ഓക്കെ, ഇനി എന്താണ് ഈ എ ഉള്ള സബ്സെറ്റ്സ് ഏതൊക്കെയാണ്? നമുക്ക് എ ബി പറയാലോ, എ ബി പറയാം. പിന്നെ എ സി പറയാലോ, എ സി എന്ന സബ്സെറ്റിൽ എ ഉണ്ടല്ലോ, എ സി പറയാം. പിന്നെ ഏതാ പറയാൻ പറ്റുക? എ ബി കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സെറ്റ്സ് ഏതാ? എക്സ് തന്നെ പറയാം. അപ്പോൾ ഇത്രയാണ് എന്ത്? നമ്മുടെ എയുടെ നെയ്ബർഹുഡ്. ഓക്കെ, അപ്പോൾ എയുടെ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ആദ്യം ടോയിന്ന് തുടങ്ങാം. അതായത് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ്, ഓക്കെ, അവരെ കിട്ടി. അവരെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സെറ്റ്സ് എക്സിൽ നിന്ന് എടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ബി ആണേലോ അതായത് ബി കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് ഇതും. ഇനി ഇവരെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സെറ്റ്സ് അത് ഇവനും എന്തായാലും ഉണ്ട്. പിന്നെ ബീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ്സെറ്റാലോ ഇവൻ. പിന്നെ ബീനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു സബ്സെറ്റാണ് ബി സി. ഓക്കെ, പിന്നെ ഏതാ ഉള്ളത്? പിന്നെ എ ബീനെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് എക്സ്. അപ്പോൾ 1 2 3 4 5 5 ആൾക്കാർ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ഓക്കെ, 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തേ. ഓക്കെ, ഇനി അതുപോലെ തന്നെ സീൻ്റെ കേസ് ആണേലോ ഇവിടെ നോക്കിക്കേ. സി ആണെങ്കിൽ ഇവിടെ സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആര് മാത്രമേ ഉള്ളൂ? എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സെറ്റ് എന്ത് തന്നെയാണ്? എക്സ് തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ടോയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ്, അവരെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സെറ്റ്സ് എക്സിൽ നിന്നും എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലിമിറ്റ് പോയിൻ്റാണ്. അപ്പോൾ ലിമിറ്റ് പോയിൻറ്റിനെ പറ്റി നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, എക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എ ബി സി ഡി.
ഓക്കെ, ടോ എന്ന് പറയുന്നത് 5x സിംഗിൾട്ടൺ എ സിംഗിൾട്ടൺ ബി സി സിംഗിൾട്ടൺ എ ബി സി. ഓക്കെ ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് പോയിൻറ്റ് ഓഫ് ബി സി ഡി കാണാനാണ് പറഞ്ഞേക്കുന്നത്. ദെൻ ലിമിറ്റ് പോയിൻറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ ബി സി ഡി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് എന്താണ് ഈ പറയുന്ന എ ഒരു ലിമിറ്റ് പോയിൻ്റ് ആണോ, അല്ലെങ്കിൽ ബി ഒരു ലിമിറ്റ് പോയിൻ്റ് ആണോ, അല്ലെങ്കിൽ സി ഒരു ലിമിറ്റ് പോയിൻ്റ് ആണോ, അല്ലെങ്കിൽ ഡി ഒരു ലിമിറ്റ് പോയിൻ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ എ നോക്കാനായിട്ട്, അപ്പോൾ എ എന്ന് പറയുന്നത് ലിമിറ്റ് പോയിൻ്റ് ആണോ നോക്കാനായിട്ട് ഈ എ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെൻസ് ആരൊക്കെയാണ്? ടോയിൽ എക്സ്, സെറ്റ് എ, സെറ്റ് എ ബി സി. ഓക്കെ, എക്സ്, സെറ്റ് എ, സെറ്റ് എ ബി സി ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നെയ്ബർഹുഡിലാണെങ്കിൽ ഇവരെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സെറ്റ്സ് നോക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇവിടെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ലിമിറ്റ് പോയിൻ്റ് ആണെങ്കിൽ ഇതിൽ ഏറ്റവും ചെറിയ ആളെ പിടിക്കാം. ഇവൻ്റെയും നമ്മുടെ ആരുടെയാണോ ലിമിറ്റ് പോയിൻ്റ് കണ്ടുപിടിക്കേണ്ടത്, ഇവൻ്റെയിൽ ലിമിറ്റ് പോയിൻ്റ് കണ്ടുപിടിക്കേണ്ടത്, ഇവൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കാം. സെറ്റ് ഓഫ് ഓൾ എ ഇൻ്റർസെക്ഷൻ സെറ്റ് ഓഫ് ഓൾ ബി സി ഡി. ഇവിടെ ആൻസർ 5 ആണ് കിട്ടുന്നത്. 5 ആണ് കിട്ടുന്നതെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് പോയിൻ്റ് അല്ല. ഓക്കെ ആണോ? ഇനിയിപ്പോൾ നമ്മൾ വേറെ ഒരെണ്ണം ബി ലിമിറ്റ് പോയിൻ്റ് ആണോ നോക്കുകയാണ്. ബി ലിമിറ്റ് പോയിൻ്റ് ആണോ നോക്കാനായിട്ട് ബി കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെൻസ് ഏതൊക്കെയാണ്? സെറ്റ് ബി സിയും സെറ്റ് എ ബി സിയും, സെറ്റ് ബി സിയും സെറ്റ് എ ബി സിയും. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇവർ രണ്ടുപേരും മനസ്സിലായി. ഇനി ഇവരെ കണ്ടെയ്ൻ ചെയ്യുന്നതാണോ നോക്കണ്ടേ? അല്ല, ഇതിൽ ഏറ്റവും സ്മോൾ ഏതാണ്? സെറ്റ് ബി സി. ഇവൻ്റെയും സെറ്റ് ബി സിയുടെയും ഇൻ്റർസെക്ഷൻ നോക്കുക. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ആരാണ്? സെറ്റ് ബി സി കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ബി എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് പോയിൻ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് പോയിൻ്റ് അല്ല എന്ന് മനസ്സിലായി. ബി എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് പോയിൻ്റ് ആണെന്ന് മനസ്സിലായി. ഇത് നമുക്ക് ജസ്റ്റ് സി നോക്കുവാണെങ്കിൽ ഇവിടെ ലിമിറ്റ് പോയിൻ്റ്. അപ്പോൾ സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെൻസുകൾ ഏതൊക്കെയാണ്? സെറ്റ് ബി സിയും സെറ്റ് എ ബി സി, പിന്നെ എക്സ്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ചെറുതാരാണ്? സെറ്റ് ബി സി. അവനും നമ്മുടെ സെറ്റ് ഓഫ് ഓൾ ബി സിയുടെയും തമ്മിലുള്ള ഇൻ്റർസെക്ഷനിൽ ആര് വരും? സെറ്റ് ബി സി വരും. ഓക്കെ, അപ്പോൾ സെറ്റ് ബി സി വരും. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് പോയിൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. സി എന്ന് പറയുന്നത് ലിമിറ്റ് പോയിൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഡി എടുക്കുകയാണെങ്കിൽ ഡി കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെൻസ് ഏതൊക്കെയാണ്? ഡി കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെൻസ് എക്സ് മാത്രമേ ഉള്ളൂ. ഇനി എക്സും ഈ പറയുന്ന ബി സി ഡിയും ഇൻ്റർസെക്ഷൻ എടുത്ത് എന്താ കിട്ടുക? സെറ്റ് ഓഫ് ഓൾ ബി സി ഡി. അപ്പോൾ എന്താണ്? ഡി എന്ന് പറയുന്നതും ഒരു ലിമിറ്റ് പോയിൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞ്, നമ്മൾ ആദ്യം പറഞ്ഞത് ബി ഓഫ് എ ആർ, അത് ആറ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ സിംഗിൾട്ടൺ എ തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പിന്നെ നമ്മൾ അത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് നോക്കി, പിന്നെ ടോപ്പോളജി ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയത് നെയ്ബർഹുഡാണ്. നെയ്ബർഹുഡാണെങ്കിൽ എന്താണ്? അടുത്തടുത്തടുത്ത് പോവുക. അതായത് ആദ്യം ടോപ്പോളജിയിൽ നിന്ന് എന്താണ്? ഓപ്പൺ സെറ്റ്സ് എടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? അവരെ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സെറ്റ്സ് എക്സിൽ നിന്ന് എടുക്കണം. ഓക്കെ, ഇനി ലിമിറ്റ് പോയിൻ്റ് ആണെങ്കിലോ ഇതുപോലെ തന്നെ എന്താണ്? ഇപ്പോൾ ആ സെറ്റിൽ ഒരു പോയിൻ്റ് എ ലിമിറ്റ് പോയിൻ്റ് ആണോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യണം? അവരെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെൻസ് ടോയിൽ നിന്ന് എടുക്കണം.
ഓക്കെ, ഓപ്പൺ സെറ്റ്സ് ടോയിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇൻ്റർസെക്ഷൻ കാണണം. ആരുടെയാണോ ലിമിറ്റ് പോയിൻ്റ് കാണേണ്ടത് അവരുമായിട്ടുള്ള ഇൻ്റർസെക്ഷനാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് പോയിൻറ്റും നെയ്ബർഹുഡും നോക്കി വെക്കണം. എന്നാലാണ് നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതിനാണ്? ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തത്. അപ്പോൾ ഓപ്ഷൻസ് ഓപ്പൺനെസ്, ക്ലോസ്നെസ്, അതുപോലെ തന്നെ ബൗണ്ടഡ്നെസ്, അതുപോലെ കോമ്പാക്ട്നെസ്. അപ്പോൾ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നതാണ് ഓപ്പൺനെസ്, ക്ലോസ്നെസ്, അതുപോലെ തന്നെ കോമ്പാക്ട്നെസ്. ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്തതാണ് ബൗണ്ടഡ്നെസ്. അപ്പോൾ അത് ഓർത്തിരിക്കുക, ക്ലോസ്നെസ്സും ഓപ്പൺനെസ്സും കോമ്പാക്ട്നെസ്സും ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നതാണ്. പക്ഷേ ബൗണ്ടഡ്നെസ് ആണ് എന്ത്, ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ 1 2 3 4 5, അതുപോലെ തന്നെ ടോ എന്ന് പറയുന്നത് എക്സ് 5 സെറ്റ് 1 2 3, അതുപോലെ തന്നെ സെറ്റ് 2 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് എ ഇൻറ്റീരിയർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ ദ ഇൻറ്റീരിയർ ഓഫ് എയുടെ ഇൻറ്റീരിയർ എ എന്ന് പറയുന്നത് 2 3 4 5. ഓക്കെ, അപ്പോൾ എയിൻ്റെ ഇൻറ്റീരിയർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ഇൻറ്റീരിയർ ആണ് കാണേണ്ടത്. ഇൻറ്റീരിയർ അതായത് ഈ എയുടെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർക്കാനായിട്ട് ഉള്ളിൽ. അപ്പോൾ യൂണിയൻ ആണ് നമുക്ക് കാണേണ്ടത്. എന്തിൻ്റെയൊക്കെ യൂണിയനാണ്? അതായത് യൂണിയൻ എന്ന് പറയുമ്പോൾ ഈ എ, അതായത് എയുടെ സബ്സെറ്റ്സ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സിൻ്റെ യൂണിയൻ. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ യൂണിയൻ കാണണം, അതായത് എയിൻ്റെ സബ്സെറ്റ്സ്. ഓക്കെ, എയിൻ്റെ സബ്സെറ്റ്സ് ആയിട്ട് വരുന്ന ഓപ്പൺ സെറ്റുകളുടെ യൂണിയൻ. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഓപ്പൺ സെറ്റ്സ്. അപ്പോൾ ഈ എയുടെ സബ്സെറ്റായിട്ട് വരുന്ന ഓപ്പൺ സെറ്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് 2 3 5. ഇവരുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? യൂണിയൻ എന്ന് വെച്ചാൽ എന്താണ്? സെറ്റ് 2 3 യൂണിയൻ 5 എന്ന് പറയുന്നത് സെറ്റ് 2 3 ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ യൂണിയൻ കാണണം. ആരുടെ? ഈ എയുടെ ഓപ്പൺ സെറ്റുകളുടെ യൂണിയനാണ്. അത് എയുടെ സബ്സെറ്റ്സ് ആയിരിക്കണം. ഓക്കെ, എയുടെ സബ്സെറ്റ്സ് ആയിരിക്കണം. ഓക്കെ, ഇനി അപ്പോൾ അതാണ് എന്ത്, ഇൻറ്റീരിയർ ഓഫ് എ. ഇനി ഒരെണ്ണമാണ്, അതായത് ഇനി ഒരെണ്ണം മനസ്സിലാക്കേണ്ട ഒന്നാണ്, എല്ലാ ഇൻ്റർവെൽസും, ഓൾ ഇൻ്റർവെൽസ് ആർ കണക്റ്റഡ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ഓൾ ഇൻ്റർവെൽസ് ആർ കണക്റ്റഡ്. ഏത് ഇൻ്റർവെൽസ് എടുത്താലും അത് കണക്റ്റഡ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം, ഒരു കോമ്പാക്റ്റ് സ്പേസിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റ് എപ്പോഴും എന്തായിരിക്കും? കോമ്പാക്റ്റ് ആയിരിക്കും. ഒരു കോമ്പാക്റ്റ് സ്പേസിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റ് കോമ്പാക്റ്റ് ആയിരിക്കും. ഇനി ഒരു കണക്റ്റഡ് സ്പേസ്, ഓക്കെ, ഒരു കണക്റ്റഡ് സ്പേസിൻ്റെ എന്താണ്, ഈ പറയുന്ന സബ് സ്പേസ് എപ്പോഴും കണക്റ്റഡ് ആവണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരു നോർമൽ സ്പേസിൻ്റെ സബ് സ്പേസ് എപ്പോഴും നോർമൽ ആവണമെന്നില്ല. പിന്നെ ഹോസ്റ്റ് ഓഫ് സ്പേസിൻ്റെ സബ് സ്പേസുകളെല്ലാം എന്തായിരിക്കും? ഹോസ്റ്റ് ഓഫ് സ്പേസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചേ? എല്ലാ ഇൻ്റർവെൽസും കണക്റ്റഡ് ആണ്. കോമ്പാക്റ്റ് സ്പേസിൻ്റെ സബ് സ്പേസുകൾ കോമ്പാക്റ്റ് ആയിരിക്കും. ഓക്കെ, ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് കോമ്പാക്റ്റ് സ്പേസ് കോമ്പാക്റ്റ് ആയിരിക്കും. ഇനി നോർമൽ സ്പേസിൻ്റെ സബ് സ്പേസുകൾ നോർമൽ ആവണമെന്നില്ല. അതുപോലെ തന്നെ ഹോസ്റ്റ് ഓഫ് സ്പേസിൻ്റെ സബ് സ്പേസുകൾ എന്താണ്? ഹോസ്റ്റ് ഓഫ് ആയിരിക്കും. പിന്നെ ഒരു കണക്റ്റഡ് സ്പേസിൻ്റെ സബ് സ്പേസ് കണക്റ്റഡ് ആവണമെന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? പിന്നെ പഠിച്ചതാണ് ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ യൂണിയൻ, ആരുടെയൊക്കെ? ഓപ്പൺ സെറ്റുകളുടെയൊക്കെ യൂണിയൻ. അത് എയിൽ, അതായത് എയിൻ്റെ സബ്സെറ്റ്സ് ആവണം. ഓക്കെ, എയിൻ്റെ സബ്സെറ്റ്സ് ആവണം. ക്ലിയർ ആണോ? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇതുപോലെ തന്നെ വേറൊരെണ്ണമാണ്. ഇപ്പോൾ നമ്മൾ എന്താണ്, ഇൻറ്റീരിയർ കണ്ടു. ഇനി നമ്മളിപ്പോൾ ക്ലോഷർ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ക്ലോഷർ എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 1 2 3 4 5.
ഓക്കെ, അതുപോലെ തന്നെ ടോ എന്ന് പറയുന്നത് എക്സ് 5 1 2 1 2 3. ഓക്കെ, അപ്പോൾ ഇവിടെ ടോ എന്ന് പറയുന്ന ഒരു ടോപ്പോളജി, ബി എ ടോപ്പോളജി ഓൺ എക്സ്, ഇവിടെ എക്സ് എന്ന് പറയുന്ന സെറ്റ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ക്ലോഷർ ഓഫ് 3 4ൻ്റെ ക്ലോഷറാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോഷർ എന്ന് പറയുമ്പോൾ അവിടെ ഇൻ്റർസെക്ഷൻ കാണണം. എന്തിൻ്റെയൊക്കെ ഇൻ്റർസെക്ഷൻ? അതായത് ഈ 3 4 കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ. ഓക്കെ, 3 4 കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റല്ല, ക്ലോസ്ഡ് സെറ്റുകളുടെ ഇൻ്റർസെക്ഷനാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ഓരോന്നും എന്താണ്? ഓപ്പൺ സെറ്റുകളാണ്. അപ്പോൾ എക്സ് ഇതിൽ നിന്ന് ക്ലോസ്ഡ് സെറ്റ് ചെയ്തതിന് പ്രശ്നമുണ്ടോ? ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ മതി. അപ്പോൾ 5യുടെ കോംപ്ലിമെൻ്റ് എക്സ്, 1 2ൻ്റെ കോംപ്ലിമെൻ്റ് 3 4 5, പിന്നെ 1 2 3യുടെ കോംപ്ലിമെൻ്റ് 4 5. ഓക്കെ, അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കുക. എന്തിൻ്റെ? ക്ലോസ്ഡ് സെറ്റ്സ്. ക്ലോസ്ഡ് സെറ്റ്സ് ഈ 3 4ൽ കണ്ടെയ്ൻ ചെയ്യുന്ന, അല്ലെങ്കിൽ 3 4 അതായത് എന്താണ്? 3 4 കണ്ടെയ്ൻ ചെയ്യുന്ന എന്തെടുക്കാം? ക്ലോസ്ഡ് സെറ്റ്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ 3 4 കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ് സെറ്റ്സ് ഏതൊക്കെയാണ്? എക്സും സെറ്റ് 3 4 5 അവരുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 3 4 5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിയൻ എടുക്കണം ഓപ്പൺ സെറ്റ്സിൻ്റെ. ഇവിടെ ക്ലോഷർ എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കണം ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് ആ എന്തിൻ്റെ ക്ലോഷറാണോ കണ്ടുപിടിക്കേണ്ടത്. ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ്, ഇപ്പോൾ എ ക്ലോഷർ ആണെങ്കിൽ ക്ലോസ്ഡ് സെറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ. ഓക്കെ, അതാണ് നമ്മൾ ക്ലോഷറിനെ ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ ആണോ? നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ക്ലോഷർ ഓഫ് എ സെറ്റാണ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്ലോഷർ ഓഫ് എ സെറ്റ്, എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ക്ലോഷർ. അപ്പോൾ ഈ എ ക്ലോഷർ എന്ന് പറയുന്നത്, എ ക്ലോഷർ ഈസ് ദ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സെറ്റാണ്. എ ക്ലോഷർ എന്ന് പറയുന്ന ക്ലോസ്ഡ് ആണ്. അപ്പോൾ എ ക്ലോഷറാണ് ഏറ്റവും സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ. ഇനി എ ക്ലോസ്ഡ് ആണെന്ന് പറയുവാണെങ്കിൽ എ ക്ലോഷർ എന്ന് പറയുന്നത് എ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. എ ക്ലോഷറാണ് സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ. എന്ന് പറയുന്ന കണ്ടെയ്ൻഡ് ഇൻ എ ക്ലോഷറാണ്. എ ക്ലോസ്ഡ് ആവുകയാണെങ്കിൽ എ ക്ലോഷർ ഈക്വൽ ടു എ. പിന്നെ എക്സ് ക്ലോഷർ എന്ന് പറയുന്നത് എക്സ് തന്നെ. 5 ക്ലോഷർ എന്ന് പറയുന്നത് 5. ഇനി എ ക്ലോഷർ ഹോൾ ക്ലോഷർ എന്ന് പറയുന്നത് എ. പിന്നെ എ യൂണിയൻ ബി ഹോൾ ക്ലോഷർ എന്ന് പറയുന്നത് എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ. ഇനി എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ക്ലോഷർ എന്ന് വെച്ചാൽ എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി ക്ലോഷർ. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പോലെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻറ്റീരിയർ കണ്ടായിരുന്നു. ഇൻറ്റീരിയർ പോയിൻ്റ് കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതായത് ഇൻറ്റീരിയർ എ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇൻറ്റീരിയർ. ഓക്കെ, ഇൻറ്റീരിയർ പോയിൻ്റ്. അപ്പോൾ ഇൻറ്റ് എ അല്ലെങ്കിൽ എ സ്റ്റാർ അല്ലെങ്കിൽ എ ഡോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ ഇൻറ്റീരിയർ നമ്മൾ കണ്ടായിരുന്നു. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്റീരിയർ അതായത് യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, എയുടെ സബ്സെറ്റായ ഓപ്പൺ സെറ്റുകളുടെ യൂണിയനാണ് എന്ത്? ഇൻറ്റീരിയർ പോയിൻ്റ്. ഇനി നമ്മൾ എക്സ്റ്റീരിയർ പോയിൻ്റാണ് നോക്കുന്നത്. അപ്പോൾ എക്സ്റ്റീരിയർ പോയിൻ്റ് വേറെ ഒന്നുമില്ല, അതായത് നമ്മൾ ജസ്റ്റ് എ തന്നിട്ടുണ്ടാവുമല്ലോ, എയുടെ കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്തിട്ട് അവൻ്റെ ഇൻറ്റീരിയർ കണ്ടാൽ മതി. ഓക്കെ, നമുക്കപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 1 2 3 4 5. ഇവിടെ ടോ എന്ന് പറയുന്നത് 5 എക്സ് സെറ്റ് 1 സെറ്റ് 2 4 സെറ്റ് 3 സെറ്റ് 1 3, പിന്നെ സെറ്റ് 1 2 4, പിന്നെ സെറ്റ് 2 3 4, പിന്നെ സെറ്റ് 1 2 3 4. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? 1 2 5 ആണേ. ഓക്കെ, നമ്മളോട് എക്സ്റ്റീരിയർ ഓഫ് എ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എയുടെ കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 4. ഓക്കെ, ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ് കാണേണ്ടത്. അതായത് 3 4 എ
കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ സെറ്റ് 3, 4. അപ്പോൾ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ എന്താ? യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് വിച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് എ. എയുടെ സബ്സെറ്റുകളുടെ എന്താണ്? സബ്സെറ്റുകളായ ഓപ്പൺ സെറ്റുകളുടെ യൂണിയനാണ്. അപ്പോൾ 3, 4ൻ്റെ സബ്സെറ്റ്സ് ഏതാ വരിക? 3 മാത്രമല്ലേ വരുള്ളൂ. ഓക്കെ, പിന്നെ സബ്സെറ്റ്സ് വേറെ ആരും വരുന്നില്ലല്ലോ. ഇല്ല, വേറെ ആരും വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെറ്റ് 3 തന്നെയാണ്. അപ്പോൾ എക്സ്റ്റീരിയർ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റീരിയർ ഓഫ് എ ഈക്വൽ ടു സെറ്റ് 3 ആണ് വരിക. ഓക്കെ, ഇനി അപ്പോൾ നമ്മളിപ്പോൾ എന്താണ്? ഇപ്പോൾ ക്ലോഷർ ഓഫ് എ സെറ്റ് എ ആണെങ്കിൽ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നൊരു ടേമാണ് ഫ്രോണ്ടിയർ. ഓക്കെ, നമ്മൾ FR ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യും. അതായത് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും അല്ലാത്ത പോയിൻറ്റ്സ്, അതായത് എക്സ്റ്റീരിയറും അല്ല ഇൻറ്റീരിയറും അല്ലാത്ത പോയിൻറ്റ്സാണ് എന്ത്? ഫ്രോണ്ടിയർ. ഓക്കെ, ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് ഇൻറ്റീരിയറും അല്ല എക്സ്റ്റീരിയറും അല്ല. ഓക്കെ, ഫ്രോണ്ടിയർ ഇൻറ്റീരിയറും അല്ല എക്സ്റ്റീരിയറും അല്ല. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഈ എന്താണ്? നമ്മളിവിടെ നമുക്കൊരു ഇത് നോക്കാം. നമ്മൾ ഒരു കാര്യം കൂടി വിട്ടുപോയി. ഇവിടെ നമ്മൾ ഇൻറ്റീരിയർ കണ്ടായിരുന്നു. അപ്പോൾ ഈ എ ഇൻറ്റീരിയർ എന്ന് പറയുന്നതാണ് ഏറ്റവും ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എ. ഓക്കെ, അപ്പോൾ എന്താണ്? സോറി, എ ക്ലോഷർ ഇസ് ദ ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ എ. അപ്പോൾ ഒരു എ ഓപ്പൺ ആവണമെങ്കിൽ എന്താവണം? എ ഇൻറ്റീരിയറും എയും ഈക്വൽ ആവണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ എ ഇൻറ്റീരിയർ ആണ് ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻഡ് ഇൻ എ. ഓക്കെ, കണ്ടെയ്ൻഡ് ഇൻ എയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ലാർജസ്റ്റ് ഓപ്പൺ സെറ്റ്. ഇനി നമുക്ക് ഫ്രോണ്ടിയർ നോക്കാം. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ 1, 2, 3, 4 ആണ്. ഇവിടെ ടോ എന്ന് പറയുന്നത് 5, 1, 2, 4, 1, 2, 4, പിന്നെ എക്സ്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് 2, 3, 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ കാണണ്ടേ? നമുക്കിവിടെ കാണാനുള്ളത് എ ഇൻറ്റീരിയറും കാണണം, അതുപോലെ തന്നെ എ എക്സ്റ്റീരിയറും കാണണം. ഓക്കെ, അതായത് എ കോംപ്ലിമെൻറ്റിൻ്റെ ഇൻറ്റീരിയർ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ എ ഇൻറ്റീരിയർ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? 2, 3, 4. അപ്പോൾ എന്താണ്? യൂണിയൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ് വിച്ച് ഈസ് സബ്സെറ്റ് ഓഫ് 2, 3, 4 ഏതാണ് ഇതിൽ? ഇത് വരും. പിന്നെയോ? ഓക്കെ, അത് മാത്രമാണ് വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെറ്റ് 2, 4 ആണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇതിൻ്റെ കോംപ്ലിമെൻറ്റിൽ ആരൊക്കെയാണ് വരിക? കോംപ്ലിമെൻറ്റിൽ ആരൊക്കെയാണ് വരിക? 1 മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 1ൻ്റെ സബ്സെറ്റ്സ് എന്താ? നമുക്ക് 1 തന്നെ എടുക്കാം. അതിൻ്റെ സബ്സെറ്റ് തന്നെയാണല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ സബ്സെറ്റാണ് 5. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് തന്നെയാണ് വരിക? 1 തന്നെയാണ് വരിക. അപ്പോൾ 1ഉം വന്നു, 2ഉം വന്നു, 4ഉം വന്നു. പിന്നെ ഇൻക്ലൂഡ് ചെയ്യാത്ത പോയിൻ്റ് ഏതാണ്? 3 ആണ്. അപ്പോൾ 3 ആണ് ഫ്രോണ്ടിയർ ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബേസ് ഫോർ എ ടോപ്പോളജിയാണ് നോക്കുന്നത്. ബേസ് ഫോർ എ ടോപ്പോളജി. ഓക്കെ, അപ്പോൾ അതായത് എന്താണ് ഒരു ടോപ്പോളജിയുടെ ബേസ്? എങ്ങനെയാണ് നമുക്കൊരു ടോപ്പോളജിയുടെ ബേസ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ, ബി, സി, ഡി ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനി ഇവിടെ ടോ എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു 5x എ, ബി, എ ബി, പിന്നെ എ സി ഡി, പിന്നെ ബി സി
ഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എ ബി സി ഡി, ടോ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ 5x, സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് എ ബി, സെറ്റ് എ സി ഡി, സെറ്റ് ബി സി ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്, നമ്മളിത് ബേസ് ആണോ നോക്കിയാൽ മതി. അപ്പോൾ ബേസിൽ വരുന്ന എലമെൻറ്റ്സ് സെറ്റ് ഓഫ് ഓൾ എ ഉണ്ട്, പിന്നെ സെറ്റ് ഓഫ് ഓൾ ബി ഉണ്ട്, പിന്നെ സെറ്റ് ഓഫ് ഓൾ സി ഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈസ് എ ബേസ് ഫോർ ടോയ് ആണോ നോക്കണം, വേറെ ഒന്നും നോക്കണ്ട. അതായത് ഈ പറയുന്ന സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി ഡി നമ്മുടെ ടോയിലുണ്ടോ നോക്കുക. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് എ ബി ടോയിലുണ്ട്. ഇനി ഇവരുടെ യൂണിയൻ എടുക്കുമ്പോൾ ആരൊക്കെയാണ് വരിക? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ യൂണിയൻ എടുക്കുമ്പോൾ ആരെ കിട്ടണം? നമുക്ക് എക്സിന് കിട്ടണം. എക്സിൽ ആരൊക്കെയുണ്ട്? എ ബി സി ഡി ഉണ്ട്. അപ്പോൾ ബേസ് ഫോർ എ ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഒരു എക്സ് തന്നിട്ടുണ്ടാവും, ഒരു ടോ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ബേസായിട്ട് ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ബേസ് ടോപ്പോളജിയിലെ ഒരു ബേസാണെന്ന് പറയണമെങ്കിൽ ആ ബേസ് എവിടെ കണ്ടെയ്ൻ ചെയ്യണം? നമ്മുടെ ടോയിൽ കണ്ടെയ്ൻ ചെയ്യണം. അവരുടെ യൂണിയൻ എന്തായിരിക്കണം? അവരുടെ യൂണിയൻ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ലോക്കൽ ബേസ് അറ്റ് എ. ഓക്കെ, ലോക്കൽ ബേസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നതെങ്കിൽ ലോക്കൽ ബേസ് അറ്റ് എ എന്ന പോയിന്റിലെ ലോക്കൽ ബേസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നതെങ്കിൽ എ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് എ ഉണ്ട്, പിന്നെ സെറ്റ് എ ബി ഉണ്ട്, പിന്നെ സെറ്റ് എ സി ഡി ഉണ്ട്, സെറ്റ് എക്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? സെറ്റ് എ. അതായിരിക്കും ലോക്കൽ ബേസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ലോക്കൽ ബേസ്, ലോക്കൽ എന്ന് പറയുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ്, ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിയൻ ആരായിരിക്കണം? എക്സ് ആയിരിക്കണം. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1 2 3 4 5. ഓക്കെ, ഇവിടെ ടോ എന്ന് പറയുന്നത് 5 ഉണ്ട്, എക്സ് ഉണ്ട്, സെറ്റ് 1 2 ഉണ്ട്, സെറ്റ് 3 4 ഉണ്ട്, പിന്നെ സെറ്റ് 1 2 3 4 ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ബേസായിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന ബേസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സെറ്റ് 1 2 ഉണ്ട്, പിന്നെ സെറ്റ് 3 4 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, എക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബേസ് ആണോ നോക്കാനായിട്ട് സെറ്റ് 1 2 സെറ്റ് 3 4 5 എക്സ് ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ്, കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ ആരെ വേണം? നമുക്ക് എക്സ് വേണം. ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ 1 2 3 4 ഉണ്ട്, വീണ്ടും എക്സ് ആയിട്ട് യൂണിയൻ എടുക്കുമ്പോൾ എന്തായാലും 1 2 3 4 5 കിട്ടും. അപ്പോൾ ഇതെന്താണ്? ഒരു ബേസാണ് പറയാനായിട്ട് പറ്റും. ഇനി ഇവിടുത്തെ എക്സ് ഈക്വൽ ടു 2വിലെ ലോക്കൽ ബേസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇവിടെ ലോക്കൽ ബേസ് അതായത് 2 കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് സെറ്റ് 1 2 സെറ്റ് 1 2 3 4 അതിലേറ്റവും, പിന്നെ എക്സും അതിലേറ്റവും ചെറുത് ഏതാണ്? സെറ്റ് 1 2 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ഡി. ഓക്കെ, ഇവിടെ ടോ എന്ന് പറയുന്നത് 5 ഉണ്ട്, എക്സ് ഉണ്ട്, സെറ്റ് എ ഉണ്ട്, സെറ്റ് ബി സി ഉണ്ട്, പിന്നെ സെറ്റ് എ ബി സി ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബേസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് എ ഒരു ബേസ് ആണെന്നാണ് പറയുന്നത്. സെറ്റ് എ ഒരു ബേസ് ആയിരിക്കുമോ? അല്ല, കാരണം യൂണിയൻ എടുത്താൽ എക്സ് കിട്ടത്തില്ല. എ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അത് ഓക്കെ. ഇനി നെക്സ്റ്റ് സെറ്റ് ബി സി എടുത്താൽ കിട്ടുമോ? കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ്? യൂണിയൻ എടുത്താൽ എക്സ് കിട്ടത്തില്ല. പിന്നെ ഉള്ള ഓപ്ഷൻ സെറ്റ് ഓഫ് ഓൾ സെറ്റ് എ സെറ്റ് ബി സി, സെറ്റ് എയും സെറ്റ് ബി സി ഇവരുടെ യൂണിയൻ എടുത്താൽ എക്സ് കിട്ടുമോ? അതും ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷനും അല്ല. പിന്നെ വരുന്ന ഓപ്ഷൻ സെറ്റ് ഓഫ് ഓൾ എ സെറ്റ് ബി സി സെറ്റ് എക്സ്, അതെന്തായിരിക്കും? ഒരു ബേസ് ആയിരിക്കും. ബേസ് ആവണമെങ്കിൽ യൂണിയൻ എന്തായിരിക്കണം? എക്സ് ആയിരിക്കണം. ഓക്കെ,
ഇനി നമ്മൾ ജസ്റ്റ് എന്താണ് സബ് സ്പേസ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എ ബി സി ടോ തന്നിട്ടുണ്ട് 5x സെറ്റ് എ ബി സെറ്റ് ബി സി സെറ്റ് ബി. ഓക്കെ, അപ്പോൾ നമ്മൾ അതായത് ഇവിടെ എന്താണ് നമുക്കൊരു സബ് സ്പേസാണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്കൊരു സബ് സ്പേസ് കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, അതായത് ഇവിടെ എന്നാ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, അതായത് സെറ്റ് ഓഫ് ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ് ആയിരിക്കും എന്ത് നമ്മുടെ സബ് ബേസ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ്. അപ്പോൾ ഇവിടെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ എസ് ഇതാണ്, എസ്സിലെ എലമെൻറ്റ്സ് ആണ് സെറ്റ് എ ബി സെറ്റ് ബി സി. ഇതിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നോ, അതായത് ഈ എസ്, അപ്പോൾ ഈ എസ്സുമായിട്ട് തന്നെ ഇൻ്റർസെക്ഷൻ എടുക്കാം. അപ്പോൾ ഈ സെറ്റ് എ ബിയും സെറ്റ് ബി സിയും തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ആര് വരും? സെറ്റ് ബി വരും. ഓക്കെ, പിന്നെ ഈ സെറ്റ് എ ബി ആയിട്ട് തന്നെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്ത് വരും? സെറ്റ് എ ബി വരും. പിന്നെ നമ്മുടെ സെറ്റ് ബി സി ആയിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ആര് വരും? സെറ്റ് ബി സി വരും. ഓക്കെ, അപ്പോൾ ബേസിൽ ആരൊക്കെ വരുന്നത്? സെറ്റ് ബി, സെറ്റ് എ ബി, സെറ്റ് ബി സി, ഇവരായിരിക്കും എന്ത് സബ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ സബ് സ്പേസ് ഒരു എക്സ് ഉണ്ടാവും, ടോപ്പോളജി ഉണ്ടാവും, അതുപോലെ തന്നെ എസ് ഒരു സെറ്റും കാണും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് സബ് സ്പേസ് കണ്ടുപിടിക്കാനായിട്ട് ഈ എസ്സിൻ്റെ, അതായത് സെറ്റ് ഓഫ് ഓൾ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ്സിലുള്ള മെമ്പേഴ്സായിട്ട് തന്നെ ഇൻ്റർസെക്ഷൻ എടുക്കുക. അതാണ് ആ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ എന്നുള്ള മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാ ടോപ്പോളജിക്കൽ സ്പേസും ഫസ്റ്റ് കൗണ്ടബിൾ സ്പേസ് ആയിരിക്കും. എല്ലാ ടോപ്പോളജിക്കൽ സ്പേസും ഫസ്റ്റ് കൗണ്ടബിൾ സ്പേസ് ആയിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് കൗണ്ടബിൾ സ്പേസിൻ്റെ സബ് സ്പേസ് എന്തായിരിക്കും? ഫസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കും. പിന്നെ എല്ലാ സെക്കൻഡ് കൗണ്ടബിളും ഫസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് കൗണ്ടബിൾ ഒന്നും എന്തല്ല, സെക്കൻഡ് കൗണ്ടബിൾ ആവണമെന്നില്ല. അതുപോലെ തന്നെ അതായത് എല്ലാ T1 സ്പേസും മേലോട്ടുണ്ട്, പക്ഷെ തിരിച്ച് താഴത്തോട്ടില്ല. എല്ലാം T1 സ്പേസ് എന്താണ്? T0 സ്പേസാണ്. പക്ഷെ എല്ലാം T0 സ്പേസും എന്താവണമെന്നില്ല, T1 ആവണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാ T1 സ്പേസും T2 ആണ്, പക്ഷേ T2 എല്ലാം T1 ആവണമെന്ന് എല്ലാ എന്താണ് T2 സ്പേസുകളൊക്കെ T1 സ്പേസുകളാണ്, T1 സ്പേസുകൾ T2 സ്പേസ് ആവണമെന്ന് ഇല്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോപ്പോളജിയിൽ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയും പഠിച്ചു വെച്ചിട്ട് പോകണം. നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത്ര എന്തായാലും നോക്കിയിട്ട് പോവാം. ഓക്കെ, താങ്ക് യു.